ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾക്ക് നടപടിയുമായി മുന്നോട്ട് പോയേ പറ്റൂ. സാറ് സഹകരിക്കണം. എടോ, എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടിയിട്ടേ നിങ്ങൾക്ക് ഇവരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. പറ, ആരോട് നിർബന്ധത്തിന് വഴങ്ങിയാ നിങ്ങൾ ഈ പ്രഹസനം കാണിച്ചു കൊടുത്തത്? ഞാൻ പറഞ്ഞാ മതിയോ? അങ്ങനെ ഒരു ക്ഷേത്രമുണ്ടോ? നീ കണ്ടിട്ടില്ല? നമുക്ക് നമ്മുടെ ഈ ഓട്ടോശ്രീയെ കുടുംബശ്രീ ക്ഷേത്രത്തിൽ പോയിട്ടൊന്ന് പൂജിച്ചിട്ട് വരാം. നീ കേറ്. പോടാ. പൂവാശാനെ, പപ്പി, ആ സ്റ്റെപ്പ് ഇങ്ങനെ ആക്കിയാ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. സത്യക്ക് അറിയാവുന്ന രീതിയിൽ കളിച്ച് ഞാൻ അത് ഫോളോ ചെയ്തോളാം. അതെ, കളിക്കുന്നൊക്കെ കൊള്ളാം. ഒന്നാം സ്ഥാനവും കൊണ്ട് ഇങ്ങോട്ട് വരാവൂ. അത് പിന്നെ ഉറപ്പല്ലേ ശാരദാമ്മേ? ഓ, ശ്യാമേ, നീ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ ഈ അവസ്ഥയിൽ നമ്മള് ഇതുവരെ പറഞ്ഞു തീർന്നില്ലേ? അവൻ ഈ കള്ളും ചാരായും ഒക്കെ വാങ്ങി കൊടുത്തിട്ട് അവൻ ഈ ഭ്രാന്ത് തുള്ളുന്നത്. ഹാ, അതൊന്നും ഇല്ലെങ്കി അവനൊരു ശല്യത്തിനും വരാറില്ലല്ലോ. ആ സുസ്മിതയാന്നേ അവനെ കൊണ്ട് കുഴപ്പങ്ങൾ മുഴുവൻ ആ വീട്ടിലുണ്ടാക്കുന്നത്. അങ്ങനെ ഇപ്പൊ വല്ലവരും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞ നമ്മൾ ഉടനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത്? ആ പറയുന്നവൻ എന്തുദ്ദേശത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്ത് ഒപ്പിക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കണ്ടേ? അതില്ലെങ്കിൽ പിന്നെ ആരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ പറയുന്നത് നീ ഇനി അങ്ങോട്ട് പോണ്ടെന്നാ. കുടുംബവും ഭാര്യയൊക്കെ വേണമെന്ന് അവന് സ്വയം തോന്നട്ടെ. അപ്പൊ അവൻ താനെ വന്നോളും. അങ്ങനെ അവനെ നന്നാക്കി എടുക്കാൻ പറ്റൂ. ഇനി ചിലപ്പോ അതിനുള്ള അവസരം കിട്ടുന്നത് ജയിലിനകത്തുള്ളവർക്കായിരിക്കും. മനസ്സിലായില്ലേ? അവിടെ ഉടനെ തന്നെ ഒരു റെയ്ഡ് നടക്കാൻ സാധ്യതയുണ്ട്. ചന്ദ്രബോസും സുസ്മിതയും രോഹിത്തും കൂടി നടത്തുന്ന ഇല്ലീഗലായിട്ടുള്ള പല ബിസിനസ്സുകൾക്കും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നോട്ടം എത്തിയിട്ടുണ്ട്. പിടിക്കപ്പെട്ട രോഹിത് അകത്ത. ചന്ദ്രബോസിന്റെ ബുദ്ധിയായത്. എല്ലാ ചുമതലകളും രോഹിത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് രോഹിത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ടുള്ള കളി. പിടിക്കപ്പെട്ട പോലീസിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ ഒരാള്, അതായിപ്പോ രോഹിത്. ചന്ദ്രബോസിന്റെ തന്ത്രങ്ങൾ ഫലിച്ച രോഹിത് ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടും. കുഞ്ഞിച്ചപ്പോ രോഹിത് കണ്ടില്ലേ അമ്മ? ഇത്രയൊക്കെ ചെയ്തിട്ടും അവനൊരാപത്ത് വന്നു എന്നറിഞ്ഞപ്പോ ഇവളുടെ സ്വഭാവമേ മാറിയത് കണ്ടോ? ഇത്രയും നേരം സംസാരിച്ച മുഖമാണോ ഇവൾക്ക്? അത് പിന്നെ അങ്ങനെയല്ലേ മോളെ വരൂ. എത്രയൊക്കെ വന്നാലും അവൻ അവളുടെ കഴുത്തില് താലി കെട്ടിയതല്ലേ. അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. ഹലോ, ഞാൻ വിളിക്കാം. എന്താടി? റെയ്ഡ് നടന്നു. രോഹിത്തിനെ അറസ്റ്റ് ചെയ്തു. അയ്യോ,
ഈശ്വര, അയ്യോ കുഞ്ഞിച്ചി, അമ്മ. ഹലോ, ഇത് എന്തിന്റെ പേരിലാണെങ്കിലും ഈ കാണിക്കുന്നത് മനുഷ്യത്വരഹിതമായ നടപടിയാണെന്ന് ഞാൻ പറയുന്നു. സാർ, വ്യാജമദ്യം ഉണ്ടാക്കുന്നതും അത് ബിസിനസ് ആക്കി വിൽപ്പന നടത്തുന്നതും നല്ല പ്രവൃത്തിയാണെന്നാണോ സാർ പറയുന്നത്? എടോ, ഈ കാണിക്കുന്നത് മര്യാദകേടാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. മനസ്സിലായോ? ആരെങ്കിലും പറയുന്ന കേട്ട് അവരുടെ വ്യക്തിപരത തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബലിയാടാവരുത്. എടോ, ഇവനെ കൊടുക്കാൻ വേണ്ടി ശാലിനി വിഷ്ണു ഒരുക്കിയ കെണിയായത്. സാർ, തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇവന് ഇതിന്റെ ബിസിനസ് ഉണ്ട്. വ്യക്തമായ എവിഡൻസിന്റെ പുറത്താ സാർ ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എടോ, അതൊക്കെ ഈ പാവത്തിനെ കൊടുക്കാൻ വേണ്ടി അവരൊരുക്കിയതാണ്. എടോ, കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ ഹസ്ബൻഡിന്റെ പേരിലുള്ള ഈ വീട് ഇവൻ ലേലത്തിൽ പിടിച്ചാലുള്ള വൈരാഗ്യമാണ് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. എടോ, വെറും അനാഥനായി ഇവനെ പോലുള്ള ഒരാള് ഇത്രയും വലിയ വീടിന്റെയും സ്വത്തിന്റെയൊക്കെ ഉടമസ്ഥനായതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അവർക്ക്. എടോ, അതൊന്നു മാത്രമാണ് ഈ കാണിച്ചു കൂട്ടുന്നതിന്റെയൊക്കെ പിന്നിലുള്ളത്. സാർ, ഞങ്ങൾക്ക് നടപടിയുമായി മുന്നോട്ട് പോയേ പറ്റൂ. സാർ സഹകരിക്കണം. എടോ, എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടിയിട്ടേ നിങ്ങൾക്ക് ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും. പറ, ആരോട് നിർബന്ധത്തിന് വഴങ്ങിയാ നിങ്ങൾ ഈ പ്രഹസനം കാണിച്ചു കൊടുത്തേ? ഞാൻ പറഞ്ഞാ മതിയോ? പറ, മറുപടി ഞാൻ പറഞ്ഞാ മതിയോ മിസ്റ്റർ ACP? മാഡം, അസിസ്റ്റന്റ് കമ്മീഷണറുടെ മൂക്കിൻ തുമ്പത്ത് നിന്നും ഇങ്ങനൊരാളെ അറസ്റ്റ് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു ചോദ്യമായിട്ടേ ഞാനിതിനെ കാണുന്നുള്ളൂ. പിന്നെ പ്രോട്ടോകോൾ അനുസരിച്ച് നിങ്ങളുടെ ഒരു ചോദ്യത്തിനും മറുപടി തരേണ്ട കാര്യവും എനിക്കില്ല. എങ്കിലും പറയാം, കുറെ അധികം ദിവസങ്ങളായി നിങ്ങളറിയാതെ ഞങ്ങൾ ഇവനെ നിരീക്ഷിക്കുകയായിരുന്നു. ഇവിടെ ഇവന്റെ സഹായികളായിട്ട് വന്നു പോയിട്ടുള്ളവർ സകലരും ഞങ്ങളുടെ നോട്ടപ്പുള്ളികളുമാണ്.